ഹായ്, ഹലോ, ലിസ്ബി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മളൊരു ഫിഷ് കറിയാണ് വെക്കാൻ പോണത്. നമ്മൾ കുറച്ച് പാൽ സ്രാവ് വാങ്ങി. അപ്പൊ ഈ സ്രാവ് കറി പൊതുവിൽ വെക്കുമ്പോൾ എല്ലാവർക്കും ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു കുത്തുണ്ടാവും. അപ്പൊ നമ്മൾ സാധാരണ രീതിയിലൊക്കെ വെക്കുമ്പോൾ എപ്പോഴും അങ്ങനെയാണ്. അപ്പൊ എല്ലാവർക്കും അത് ഇഷ്ടം കുറവാണ്. പക്ഷെ നല്ല ടേസ്റ്റ് ആണ്. ഇപ്പൊ ആണെങ്കിൽ ഈ സ്രാവൊക്കെ എല്ലാ സമയത്തും ഉണ്ട് തോന്നുന്നു അല്ലെ? സ്രാവ് ഉണ്ട്. അപൂർവമായിട്ട് തന്നെ നമുക്ക് മാർക്കറ്റിൽ നിന്ന് കിട്ടുള്ളൂ. എല്ലാ തൃശ്ശൂര് പൊതുവെ ഈ സ്രാവിനോട് അധികം ഇൻട്രസ്റ്റ് ഇല്ല. വേറെ പല ഭാഗങ്ങളിലും ഇൻട്രസ്റ്റ് ഉള്ളതാണ്, പക്ഷെ നമ്മള് പൊതുവിൽ വെക്കാത്തതാണ്. അപ്പൊ അതിന്റെ കാരണം പറയാ എല്ലാവരും അതിനൊരു കുത്തുണ്ട്. അപ്പൊ ആ ഒരു കുത്തില്ലാണ്ട് നമുക്ക് വെക്കാൻ പറ്റുന്ന ഒരു രീതിയാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോണത്. അപ്പൊ ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിയോളൂ കേട്ടോ. ഇതുപോലെ ഈ സ്രാവ് കിട്ടുമ്പോൾ ഇനിയിപ്പോൾ എങ്ങനെ വെക്കും എന്ന് ആലോചിച്ചാൽ നമ്മൾ സാധാരണ വെക്കണ ആ മുളക് ഇട്ടിട്ടോ അല്ലെങ്കിൽ സാധാരണ പോലെ പാല് പീനിട്ടൊക്കെ വെക്കുമ്പോൾ ടേസ്റ്റ് കുറവ് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് വേറൊരു മെത്തേഡ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോണത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാം. വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബും ചെയ്യുക. അവനിവിടെ നിന്ന് ഓടി വന്നതാട്ടോ അങ്ങോട്ട് അവിടെ എടുത്തത്. ഓക്കെ, അപ്പം നമ്മൾ ഒരു 600 ഗ്രാം ഈ സ്രാവ് മീൻ വെച്ചിട്ടാണ് നമ്മൾ ഈ കറി ഉണ്ടാക്കാൻ പോണത്. അപ്പൊ അത് നല്ല എന്താ പറയാ, അധികം മുള്ളൊന്നും ഇല്ലാത്ത അങ്ങനെയാണ് കേട്ടോ ഇരിക്കുക. സ്രാവ് കറി മാംസമാണ്, നല്ല അതെ കട്ടിയുള്ള മാംസമാണ്. അപ്പൊ ഇത് നല്ല വൃത്തിയാക്കി കഴുകിയിട്ട് ഞാൻ അതിന്റെ ആദ്യത്തെ സ്റ്റെപ്പാണ് ഈ ഉളുമ്പുമണോ അങ്ങനത്തെ സ്മെല്ലൊന്നും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് വിനീഗറോ അല്ലെങ്കിൽ ചെറുനാരങ്ങയോ കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് തിരുമ്പി വെക്കുക. അപ്പൊ 1 മണിക്കൂർ മുമ്പ് തിരുമ്പി വെച്ചാൽ നന്നായിരിക്കും. അത് കഴിഞ്ഞിട്ട് നന്നായിട്ട് ഒന്നും കൂടി കഴുകിയെടുക്കണം. അപ്പം ഞാനിന്ന് ഒന്നുകൂടി നല്ല വൃത്തിയാക്കിയിട്ട് കഴുകിയെടുത്തിട്ട് വരാം. വെളിച്ചെണ്ണയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ നാടൻ കറികൾക്ക് എപ്പോഴും വെളിച്ചെണ്ണയാണ് നല്ലത്. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഇതിൽ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇത് ചൂടായിട്ടുണ്ട് എണ്ണ. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ ഒരു സവാള കൊത്തി നുറുക്കിയിട്ടത് ആദ്യം, അതിൻ്റെ ഒപ്പം എല്ലാം ഇടാം. നമുക്ക് കുറച്ച് ഇഞ്ചി ഉണ്ട്, പച്ചമുളക് ഒരു 5-6 എണ്ണം, വെളുത്തുള്ളി ഒരു 4 വേപ്പന ഇതാക്കിയിടാം. വെളുത്തുള്ളി ഒരു 4 എണ്ണം അരിഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം. നമുക്ക് 2 തണ്ട് കറിവേപ്പില കേട്ടോ. ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയാൽ മതി. ഇനി അതിലേക്ക് നമ്മൾ 2 ടൊമാറ്റോ അത് അരിഞ്ഞത് ഇപ്പം എങ്ങനെ വേണമെങ്കിൽ അരിയാണ്. ഞാൻ നീളത്തിലാണ് ഇങ്ങനെ നന്നായി കനം കുറച്ച് അരിഞ്ഞിട്ടുണ്ട്. അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് കുറച്ച് ഉപ്പിട്ടോന്ന് വെച്ചാൽ ഒരു 1/2 ടീസ്പൂൺ സോൾട്ട്. എന്ന് വെച്ചാൽ എല്ലാം ഒന്ന് വഴന്ന് വരാനൊരു ഫാസ്റ്റ് ആവണം. അല്ല, നമ്മൾ വേവിക്കണം. നമുക്ക് കുറച്ച് നേരം മൂടി വെച്ച് വേവിക്കേണ്ടതാണ്. ഈ പൊടികളൊക്കെ ഇട്ടിട്ടേ നമ്മൾ പുളിയുടെ കുറച്ച് പുളിയാണ്, നമ്മൾ തക്കാളിയുടെ പുളിയാണ് മെയിനായിട്ട്. പുളി ഒരു എന്താ പറയുക, വിനീഗറിൻ്റെ അതൊക്കെ നമ്മൾ കഴുകിക്കളയും. അത് നന്നായി നമ്മൾ ക്ലീൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ പുളി വരുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ വാളംപുളി ഒരു അരിനെല്ലിക്കേരി ഉപയോഗിച്ച് വളരെ ചെറുതാണ്, ഒരു തുണ്ട്. അത് ഞാൻ എടുത്ത് വെച്ചിട്ട് അല്ല, അത് വീർത്തതാ. അത് ഇട്ടിട്ട് അതായത് ചെറിയൊരു പുളിയിട്ടപ്പോൾ ഇങ്ങനെ കുതിർന്ന് വീർത്തതാ. അപ്പോൾ ഇതൊന്ന് വെറുതെ ഒന്ന് വഴിച്ചിട്ടുണ്ട്. ഇത് എടുത്ത് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. നല്ല മുളക് പൊടിയില്ലേ എരിവുള്ളത്, അത് 1.5 ടീസ്പൂൺ. പിന്നെ നമ്മുടെ കാശ്മീരി മുളക് പൊടി 1.5 ടീസ്പൂൺ, മല്ലിപ്പൊടി 1.5 ടീസ്പൂൺ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇതിലേക്ക് ഇടാം. അത് ഇതുകൊണ്ടൊക്കെ ഉണ്ട്. അതൊന്ന് പൊടികളുടെ ഒന്ന് പച്ചമണം ഒന്ന് മാറട്ടെ കേട്ടോ. ജസ്റ്റ് ഒന്ന് വഴറ്റിയാൽ മതി. ഞാൻ പുളി വെള്ളമൊക്കെ കാണിച്ചു തരാം. പുളി സംഭവം കുഞ്ഞിതായിരുന്നു കണ്ട. അത് സോക്കായി നന്നായിട്ട് ഞാൻ കുറച്ച് നേരമായി എടുത്തു വെച്ചിട്ട് കണ്ട. ഈ സംഭവം ഇത് ഈ വെള്ളം കൂടെ ഒഴിച്ചിട്ടേ നമുക്ക് തീ കുറച്ച് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് മൂടി വെച്ച് കഴിഞ്ഞാൽ ഈ തക്കാളിയും ഇതൊക്കെ കൂടി ഒന്ന് വെന്തിട്ടും പിന്നെ അതുപോലെ മസാല കരിയൂല.
ഇത്ര പുളി മതി നമുക്ക്. ഓതന്റിക് രീതിയിൽ മറ്റേ മീൻകറി വെക്കുന്ന പോലെ വെച്ചാൽ ടേസ്റ്റ് ഉണ്ടാവില്ല. ടേസ്റ്റ് ഉണ്ടാവില്ല. അതൊരു എന്തായാലും ഒരു കുത്തുണ്ടാവും. ചെറിയൊരു മാറ്റം. തീ നന്നായി കുറച്ച് വെച്ചിട്ടുണ്ട്. വേണമെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഒഴിക്കണമെങ്കിൽ ഒഴിക്കാട്ടോ. ഞാനിപ്പോൾ എന്തായാലും ഇതിൽ ഇങ്ങനെ മൂടി വെച്ച് ആ ടൊമാറ്റോ ഒന്ന് കുക്കാവണ വരെ ഒന്ന് നമുക്ക് വേവിക്കാം. 2-3 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാൻ ഇടയിലൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. എന്നാലും അടിയിൽ പിടിക്കണതൊക്കെ നോക്കട്ടെ. കുറച്ച് വെള്ളമല്ലോ ഒഴിച്ചു. പിന്നെ ഇതിന് വെള്ളം ഈ തക്കാളി കൂറി വരുമല്ലോ. തക്കാളി വന്ന് വരുമ്പോൾ അതങ്ങനെ നല്ല കുഴമ്പ് ഇത് ഒരുവിധം ഒന്ന് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് നാളികേരപ്പാൽ, ഞാനൊരു ചെറിയ നാളികേരപ്പാൽ എടുത്തിട്ടുണ്ട്. തൻപാൽ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് തൻപാൽ മാറ്റി വെച്ചിട്ടുണ്ട്. ഈ പാല് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചോളൂ. നല്ല കളറായി. കാശ്മീരി മുളകിൻ്റെ പ്രത്യേകത അല്ലേ. അതിൽ ഇനി നമുക്ക് കുറച്ചും കൂടി സോൾട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ നേരത്തെ ഇട്ടില്ലേ, ഒരു 3/4 ടീസ്പൂൺ കൂടി സോൾട്ട് ഇടാം നമുക്ക്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം കുറച്ചുകൂടി. എന്നുവെച്ചാൽ നമ്മളിതിൽ വെക്കാൻ പോണത്, ഉണ്ടാക്കാൻ പോണത് നമ്മുടെ മുരിങ്ങക്കായും കൂടിയും ചേർത്തിട്ടാണ്. അതിലേക്കും കൂടി ഉപ്പ് വേണം. അപ്പൊ അതിന്റെ പ്രത്യേകത ഈ സ്രാവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് നല്ലൊരു ഇതാണ്. ശരിക്കും നല്ല അതിന്റെ മാംസം നല്ലതാണ്. അതിലുപരി നമ്മൾ മുരിങ്ങക്കായും കൂടി ഇടുമ്പോൾ എന്താ പറയാ സമ്പൂർണ്ണ പോഷകം പ്രോട്ടീനും ഇതിൻ്റെക്ക് മനസ്സിലായ. അപ്പൊ ഇത് ഞങ്ങൾ കട്ട് ചെയ്യും. നിങ്ങൾക്ക് കാണാൻ അത് കട്ട് ചെയ്യണ്ട, ഇതിങ്ങനെ തന്നെ കിടന്നോട്ടെ. അതെന്നറിയോ, പ്രിൻസേട്ടന്റെ ചില സംസാരങ്ങൾ നല്ല രസമായി. മലയാളം വേർഡുകൾ കേൾക്കാൻ ഇതന്നെ എന്ന് വെച്ചാൽ ഇംഗ്ലീഷ് പറയുന്നല്ല കേട്ടോ, മലയാളമൊക്കെ ഈ ഒരു രസമുള്ള വേർഡുകൾ ഉപയോഗിക്കും. അപ്പൊ അത് നല്ല അടിപൊളിയായിട്ട് തിളച്ചു തുടങ്ങി. ഇനി നമുക്ക് മീൻ കഷ്ണങ്ങള് പതുക്കെ കൈകൊണ്ട് പറക്കി. ഈ സ്രാവിന്റെ പ്രത്യേകത എന്ന് വെച്ചാല് പാൽസ്രാവ് എന്ന് ഞങ്ങൾ പറയാറുണ്ട്. ശരിക്കും ഇതിന്റെ ഇറച്ചി മാംസ കഷ്ണങ്ങൾ കാണാൻ നല്ല വൈറ്റാണ്. ഇത് തെറിക്കും ഇതുകൊണ്ട് ഇട്ടോ. കൈ കൊണ്ട് ഇടാം. കൈ കൊണ്ടാണ് നമ്മൾ ഇടുക. അപ്പം അതിൻ്റെ വെള്ളമൊക്കെ അങ്ങനെ എന്താ പറയുക, ഈ ഫോണുണ്ടല്ലോ സ്റ്റോറേജ് ഇല്ലാണ്ട് ഓഫായി പോവാ. വേറെ നിർത്തിയില്ല. അത് കാരണം നേരത്തെ പുളിയുടെ ഞാൻ കാണിച്ചതൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ, സോറി. ഇത്തിരി പുളി എടുത്തിട്ടുള്ളൂ. ഇനിയിപ്പോൾ നമ്മളിടുന്നത് ഒന്ന് ശരിയാക്കണം. ഇപ്പോൾ അല്ലാണ്ട് ഇതിൽ കിട്ടില്ല. ശരിയാക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് മുരിങ്ങക്കായ വേണ്ട. മുരിങ്ങക്കായ 2 മുരിങ്ങക്കായ ഞാൻ എടുത്തേക്കുന്നത്. 2 മുരിങ്ങക്കായ അത് ഞാൻ നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചതാണ്. അപ്പോൾ അത് നമ്മൾ ഇട്ടിട്ട് ഇപ്പൊ മുരിങ്ങക്കായ കിട്ടുന്നുണ്ട് കേട്ടോ. സീസണാണ്. നല്ല ബെസ്റ്റ് മുരിങ്ങക്കായ. കഴിഞ്ഞ തുടങ്ങിയ സീസൺ, എന്നാലും മുരിങ്ങക്കായ നല്ല ഒരുവിധം കൂടിയുണ്ട് ഇപ്പൊ ചിലത് കിട്ടുന്നതേ. നമ്മുടെ കൂട്ടുകാരന്റെ അവിടെ വീട്ടില് ഫുള്ള് മുരിങ്ങക്കായ പൊട്ടി. ചില സ്ഥലത്ത് ഇങ്ങനെ ഇതാണ് വളരെ ഉപ്പ് കൂടി. ഇനിയിപ്പോ ഇത് നമുക്ക് മൂടി വെക്കാതെ ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് മൂടി വെച്ചിട്ട് വേവിക്കാം. അപ്പൊ അതല്ല, അതിന്റെ ഇടയ്ക്ക് ഞാൻ ഒന്ന് വന്ന് ഇളക്കൂട്ടാ. നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പതുക്കെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം മൂടി വെച്ചിട്ട് വേവിക്കാം. മൂടി വെക്കാം ഒരു 10-15 മിനിറ്റ്. അപ്പോൾ ഞാനൊരു 7-8 മിനിറ്റ് കഴിയുമ്പോൾ വീണ്ടും വന്ന് ഒന്ന് ഇളക്കി ഞാൻ സെറ്റായിട്ട് കാണിക്കാം അല്ലേ, വെന്തിട്ട് കാണിച്ചു തരാം. പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഫുൾ നേരത്തെ നല്ല ഹൈ ഫ്ലെയിമിലാണ് വെച്ചിരുന്ന മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി. ഇടയ്ക്ക് ഞാനൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ.
ഇതിൻ്റെ ടേസ്റ്റ് ആണെങ്കിൽ ഈ മുരിങ്ങക്കായനെ അതിങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ടല്ലോ, അങ്ങനെ നല്ല ടേസ്റ്റാണ്. ചാറിലേക്ക് നല്ല ടേസ്റ്റ് ഇറങ്ങിയിട്ടുണ്ട്, മുരിങ്ങക്കായനൊക്കെ ടേസ്റ്റ് ഇറങ്ങിയപ്പോൾ ഒരു വേറൊരു ടേസ്റ്റ്. ഇനിയിപ്പോൾ നമുക്ക് എന്ന് വെച്ചാൽ ഇത് വെന്തിട്ടുണ്ട്. തൻപാല്, ഒന്നാം പാല് അത് ഒഴിച്ചു കൊടുക്കാം. അല്ല, അത് ഫുള്ളായിട്ട് ഇങ്ങനെ ഒഴിച്ചപ്പോൾ അതൊക്കെ വന്നു. ഇനിയിപ്പോൾ ജസ്റ്റ് ഒന്ന് തള വന്നു, നമുക്ക് ഓഫ് ചെയ്യാം. എന്നിട്ട് ഇനിയിപ്പോൾ നമുക്ക് ഉള്ളി കാച്ചണ പരിപാടിയേ ഉള്ളൂ. അപ്പോൾ ഞാനിവിടെ ഒരു 6-7 ചെറിയ ഉള്ളി എടുത്തു വെച്ചിട്ടുണ്ട്, കുറച്ച് കറിവേപ്പില എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് ഇതൊന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. ഇതിൽ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ, അതിലേക്ക് നമ്മളല്ല ഉള്ളി ഇട്ട് കൊടുക്കാം. അപ്പം തന്നെ കറിവേപ്പില 2 തണ്ട്, ഇത് നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട്. നമുക്ക് നമ്മുടെ കറിയുടെ മേലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ സാധാരണ നമ്മൾ മറ്റേ മീൻ കറിക്കൊക്കെ ആണെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും. ഇതിൽ ഓൾറെഡി നമ്മൾ കാശ്മീരി മുളക് കിട്ടുന്ന കാരണം നല്ല കളറിൽ തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ അതൊന്നും ആഡ് ചെയ്യുന്നില്ല. നമുക്ക് ഇത് നമ്മുടെ കറിയിലേക്ക് ആഡ് ചെയ്യാം. അങ്ങനെ നമ്മുടെ പാൽസ്രാവ് മുരിങ്ങക്കായ കറി റെഡി.